നമസ്കാരം GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരേ നമ്പറിൽ 2 വാഹനങ്ങളും ഒറിജിനൽ RC ബുക്കുകളും കോതമംഗലം പോലീസ് കണ്ടെത്തി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്ന് സംശയിക്കുന്ന തട്ടിപ്പാണ് വെളിച്ചത്തായത്. സ്കൂളുകളിൽ ഉച്ചഭക്ഷണ വിതരണം അട്ടിമറിച്ചെന്ന ആരോപണം. കോതമംഗലത്തെ പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റർമാർ മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. ഒരേ നമ്പറിലുള്ള 2 വാഹനങ്ങൾ, RC ബുക്കുകളും ഒറിജിനൽ. മുംബൈയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ക്വാളീസിന് കേരളത്തിൽ ഒറിജിനൽ RC ബുക്ക് തരപ്പെടുത്തിയ തട്ടിപ്പിന്റെ കഥ കോതമംഗലം പോലീസ് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. KL 10R 9725 എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ മലപ്പുറത്ത് മാരുതി 800 കാറും കോതമംഗലത്ത് ടയോട്ട കോളീസുമാണ് നിലവിലുണ്ടായിരുന്നത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വീഴ്ച വ്യക്തമാക്കുന്ന തട്ടിപ്പ് വെളിപ്പെട്ടത്. 2 വാഹനത്തിനും സംസ്ഥാനത്തിന്റെ ഒറിജിനൽ RC ബുക്കുകളുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിലും ഈ വാഹനങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാണ്. ഒറിജിനൽ ഏത്, ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന പോലീസിന്റെ അന്വേഷണത്തിൽ കോളീസ് മുംബൈയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വ്യക്തമായി. 2004-ലാണ് കോളീസ് മോഷ്ടിച്ച് കേരളത്തിലെത്തിച്ചത്. തുടർന്നാണ് ഇതിന് കേരളത്തിലെ RC ബുക്ക് തരപ്പെടുത്തിയത്. വ്യാജരേഖകൾ ചമച്ചാകാം ഇത് സാധ്യമാക്കിയതെന്നാണ് നിഗമനം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചോ സ്വാധീനിച്ചോ ആണ് RC ബുക്ക് വാങ്ങിയത്. 8 തവണ വാഹനം പല പേരിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ വിവരങ്ങളും വെബ്സൈറ്റിലുണ്ട്. ഇപ്പോൾ ഉരുളന്തണ്ണി സ്വദേശി ഫൈസലിന്റെ കൈവശത്തു നിന്നുമാണ് പോലീസ് പിടിച്ചെടുത്തത്. ഈ വാഹനം ബോംബെയിൽ നിന്നും ഒരു മോഷണം നടത്തിക്കൊണ്ട് കേരളത്തിൽ വന്ന വാഹനമായിരുന്നെന്നും ഈ വാഹനത്തിന് ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയോ RC ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ RC ബുക്ക് കാണുന്ന നമ്പർ ഈ വാഹനത്തിന് ഇട്ടതാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥ RC ബുക്ക് ആണെന്നും പറഞ്ഞ് വ്യാജമായി RC ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നമ്പരും വേറെയാണ്. ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ മോഷണം നടത്തിയിട്ടുള്ള വാഹനമാണ്. തുടർന്ന് ഈ വാഹനത്തെ പറ്റി കൂടുതലായിട്ട് ഞങ്ങൾ അന്വേഷണം നടത്തി വരുന്നതാണ്. ഒരാഴ്ചയിൽ തന്നെ 3 തവണ പേരുമാറ്റം നടത്തിയിട്ടുണ്ട്. ഒരു തവണ പോലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതേ നമ്പറിൽ മറ്റൊരു വാഹനം ഉള്ള കാര്യം കണ്ടെത്താനായില്ല. കോളീസിന് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ നമ്പർ മാറ്റി കേരള രജിസ്ട്രേഷൻ നേടിയ കോട്ടയം RTO ഓഫീസ് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് സൂചന. ഒരേ നമ്പറിൽ 2 RC ബുക്ക് വന്നതെങ്ങനെയെന്നും ആരാണ് തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്ന് SI TD സുനിൽകുമാർ പറഞ്ഞു. നമുക്ക് മലപ്പുറത്ത് നിന്നും 800-ന് അയച്ചു തന്നിട്ടുള്ള RC ബുക്കും അതുപോലെ തന്നെ ഈ പോളിസിന് നമ്മൾ കണ്ടിട്ടുള്ള RC ബുക്കും യഥാർത്ഥ RC ബുക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ 2 RC ഒരേ വാഹനത്തിന് എങ്ങനെയാണ് ഇത് യഥാർത്ഥത്തിലുള്ള 2 RC ബുക്ക് വന്നതെന്ന് നമുക്ക് കൂടുതലായിട്ട് അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. CI KP ജോസ്, SI TD സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ MM ഷമീർ, MK അബ്ദുൾ സത്താർ, നിജു ഭാസ്കർ, സജി ജോൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉച്ചഭക്ഷണ പരിപാടി സർക്കാർ അട്ടിമറിച്ചുവെന്നാരോപിച്ച് കോതമംഗലത്ത് ഹെഡ്മാസ്റ്റർമാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകേണ്ടതില്ലെന്ന സർക്കാർ നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ചാണ് ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് AEO ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിനുള്ള തുക സ്വന്തം നിലയിൽ കണ്ടെത്തണമെന്ന നിർദ്ദേശം പിൻവലിക്കണമെന്നും കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക തുക നൽകണമെന്നും ഹെഡ്മാസ്റ്റർമാർ ആവശ്യപ്പെട്ടു. ധർണയുടെ ഉദ്ഘാടനം ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി ജോസഫ് ജോർജ് നിർവഹിച്ചു. AG പൗലോസ്, P അലിയ, ജോസ് മാനുവൽ, TC മാത്യു, CV ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ഒരു ഹെഡ്മാസ്റ്റർമാർ ആരും രാഷ്ട്രീയത്തിന്റെ നിറം നോക്കി അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റിനോട് എതിർ നിൽക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അതിന് വേണ്ടുന്ന പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി ഇതിന് വേണ്ടുന്ന ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കുന്നതിനും DPI തലത്തിൽ ഞങ്ങൾ 1-2 വട്ടം DPIയും അതിനോടനുബന്ധിച്ചുള്ള ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് പാലിന് പകരം നിങ്ങൾ മോര് കൊടുത്താലും മതി എന്നുള്ള തരത്തിലുള്ളതായ ഒരു കളിയാക്കുന്ന തരത്തിലുള്ളതായ വ്യാഖ്യാനം അതൊരിക്കലും നമുക്കത് സഹിക്കാൻ കഴിയില്ല. കോതമംഗലം കാർഷിക ഗ്രാമവികസന ബാങ്കിൽ PP ഉതുപ്പാനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സിൽ KI ജേക്കബ് ഒപ്പിട്ടില്ല. ഇത് യോഗം ബഹിഷ്കരിച്ചതിന് തുല്യമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു.
യോഗത്തിന്റെ ആരംഭത്തിൽ ഹാജർ രേഖപ്പെടുത്തി ജേക്കബ് ഒപ്പിട്ടിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ഐ ഗ്രൂപ്പുകാരനായ ജേക്കബിന്റെ ആവശ്യം അവഗണിച്ചാണ് എ ഗ്രൂപ്പിലെ ഉതുപ്പാനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. KI ജേക്കബും പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ടിരുന്നു. ഉതുപ്പാനെ പ്രസിഡന്റാക്കിയതിൽ ഐ ഗ്രൂപ്പിന് ശക്തമായ പ്രതിഷേധമുണ്ട്. അതേസമയം നിയോജക മണ്ഡലത്തിലെ സഹകരണ മേഖലയിൽ എ ഗ്രൂപ്പിനുള്ള അപ്രമാദിത്വം തകർക്കാനുള്ള ഐ ഗ്രൂപ്പിന്റെ തന്ത്രമാണ് കാർഷിക വികസന ബാങ്കിൽ പരാജയപ്പെട്ടതെന്നും വിലയിരുത്തലുണ്ട്. കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂരിപക്ഷം സഹകരണ ബാങ്കുകളിലും പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിനാണ്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കാർഷിക വികസന ബാങ്കിലെ പ്രസിഡന്റ് സ്ഥാനം കൈപ്പിടിയിലാക്കാൻ ഐ ഗ്രൂപ്പ് ശ്രമം നടത്തിയത്. എന്നാൽ PP ഉതുപ്പാന്റെയും എ ഗ്രൂപ്പിന്റെയും തന്ത്രപരമായ സമീപനത്തിന് മുമ്പിൽ ഐ ഗ്രൂപ്പിന് മുന്നേറാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ TU കുരുവിള MLA കോലം കത്തിച്ചു. മാർ ബസേലിയസ് ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരത്തോട് MLA മുഖം തിരിച്ചു നിൽക്കുന്നുവെന്നാണ് INA ആക്ഷേപം. ടൗണിൽ പ്രകടനം നടത്തിയ ശേഷമാണ് കോലം കത്തിച്ചത്. ദേശീയ സെക്രട്ടറി പ്രജിത് കൃഷ്ണൻകുട്ടി, എൽദോ കുര്യൻ, ജിബിൻ ബോബൻ, ലിവിൻ വർഗീസ്, എൽദോ പൗലോസ്, ജോമോൻ ജോൺ, KV അരുൺ, എബി തങ്കച്ചൻ എന്നിവർ നേതൃത്വം നൽകി. സുബ്രതോ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സബ് ജില്ലാതല മത്സരം പൂർത്തിയായി. കോതമംഗലം മാർബേസിലാണ് ചാമ്പ്യന്മാർ. സംസ്ഥാനത്തെ മികച്ച സ്കൂൾ ടീമിനെ കണ്ടെത്തുന്നതിനുള്ള സുബ്രതോ ടൂർണമെന്റിന്റെ സബ് ജില്ലാതല ഫുട്ബോൾ മത്സരങ്ങൾ മാർബേസിൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് നടന്നത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ CP കുര്യാക്കോസ് നിർവഹിച്ചു. ആദ്യമായിട്ടാണ് ഒരു ടൂർണമെന്റ് നടക്കുന്നത്. ഈ സുബ്രതോ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ജയിച്ച് മുകളിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ സ്പോർട്സിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഗ്രേസ് മാർക്ക് കിട്ടും. അതിനെല്ലാം ഗൗരവമുണ്ട്. ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ നടക്കാറുണ്ട്, പല രീതിയിൽ നടക്കാറുണ്ട്. ഹെഡ് മാസ്റ്റർ ND ഗീവർഗീസ് അധ്യക്ഷത വഹിച്ചു. ബിനോയ് അബ്രഹാം, ജിമ്മി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മാർബേസിൽ സ്കൂൾ സബ് ജില്ലാതല ചാമ്പ്യന്മാരായി. ഫൈനലിൽ കീരമ്പാറ സെന്റ് സ്റ്റീഫൻസിനെയാണ് മാർബേസിൽ പരാജയപ്പെടുത്തിയത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് ഫെഡറേഷൻ കോതമംഗലം താലൂക്ക് കമ്മിറ്റി രൂപീകരിച്ചു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് സമഗ്രമായ നിയമനിർമ്മാണം നടത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. AITUCയുടെ കീഴിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് ഫെഡറേഷന്റെ താലൂക്ക് സമ്മേളനം കോതമംഗലത്ത് നടന്നു. സംസ്ഥാന സെക്രട്ടറി EC സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ചെയ്യും എന്ന് അറിയാതെ ആത്മഹത്യയുടെ പത്തിൽ എത്തിനിൽക്കുന്ന ഒരു വലിയ നിര, അത് ഞങ്ങളുടെ ബോധ്യപ്പെട്ടിപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാറ്റി നിർത്തുക. ഈ പ്രതിസന്ധിയിൽ ഇത്തരം കാര്യങ്ങൾ കേട്ട ഒരു സംഘടന, ആ സംഘടനയെ സംബന്ധിച്ച് ഇത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. അല്ലെങ്കിൽ അപ്പുറം ഭരിക്കുന്നത് ആരാണോ എന്നുള്ളതല്ല പ്രശ്നം. അതുകൊണ്ട് അവിടെ ഭരിക്കുന്നത് വ്യത്യസ്തമായ പാർട്ടികളോ പ്രസ്ഥാനങ്ങളോ ആണെങ്കിൽ എന്നാൽ ഒരു ദാരുണമായ അന്ത്യമുണ്ടാകട്ടെ, എന്തിട്ടിടപെടാം എന്ന സമീപനം സ്വീകരിക്കാതെ ഇവിടെ അത്തരത്തിലുള്ള ഒരു അപകടവും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ രംഗത്ത് AITUC ഒരു സംഘടന ഉണ്ടാക്കാൻ ഇടപെടാൻ. മാത്യൂസ് കോതമംഗലം അധ്യക്ഷത വഹിച്ചു. CD മുഹമ്മദ്, PK രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ സമഗ്രമായ നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും മണി ചെയിൻ കമ്പനികളെ നിരോധിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. താലൂക്ക് കമ്മിറ്റിക്കും രൂപം നൽകി. പ്രസിഡന്റായി സിജു ജോസഫിനെയും സെക്രട്ടറിയായി അനു ഏലിയാസിനെയും തെരഞ്ഞെടുത്തു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിലെ ADS കുടുംബശ്രീ വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK കുഞ്ഞിമോൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷിബു പടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ടോളി പോളി, സിബി മാത്യു, അന്നക്കുട്ടി ജോസഫ്, ഗ്രേസി ജോൺ, സജിത രാജേന്ദ്രൻ, ഏലിയസ് ജേക്കബ്, മാത്യു തോമസ്, ജാനമ്മ രാജപ്പൻ, റിജീന വർഗീസ്, സെൽമ കുഞ്ഞുമോൻ എന്നിവർ പ്രസംഗിച്ചു.
റേച്ചൽ ബേബി സ്വാഗതവും വത്സ ജോയി കൃതജ്ഞതയും പറഞ്ഞു. കോതമംഗലം ടൗൺ UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം ടൗൺ UP സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. SM അലിയാർ, ഷെർലി കുര്യാക്കോസ്, TE BV, ലാലി ജോസഫ്, OE മുഹമ്മദ് അലി, AK സുരേഷ്, സാജിദ മൈദീൻ എന്നിവർ പ്രസംഗിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന ശില്പശാലയ്ക്ക് മേഴ്സി പുലിമല, CJ മാമച്ചൻ എന്നിവർ നേതൃത്വം നൽകി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് നിങ്ങൾക്കറിയാം പുകവലിച്ചാലുള്ള ദോഷങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. മദ്യപാനം ആപത്താകുന്ന അതിന്റെ ബോട്ടിലിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഗ്രീൻ വിഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ ചേലാട്ടിൽ ആരംഭിച്ച ഗ്രീൻ സ്റ്റോഴ്സിന്റെ ഉദ്ഘാടനം KLM ഫൗണ്ടേഷന്റെ ചെയർമാൻ ഷെവലിയാർ ഷിബു തെക്കുംപുറം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ വർഗീസ് ആദ്യ വിൽപ്പന നടത്തി. ജോൺസൺ കറുകപ്പിള്ളിൽ, സാലി പൗലോസ്, അഡ്വക്കേറ്റ് എൽദോസ് കുര്യാക്കോസ്, ജോസ് എടപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരേ നമ്പറിൽ 2 വാഹനങ്ങളും ഒറിജിനൽ RC ബുക്കുകളും കോതമംഗലം പോലീസ് കണ്ടെത്തി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്ന് സംശയിക്കുന്ന തട്ടിപ്പാണ് വെളിച്ചത്തായത്. സ്കൂളുകളിൽ ഉച്ചഭക്ഷണ വിതരണം അട്ടിമറിച്ചെന്ന ആരോപണം. കോതമംഗലത്തെ പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റർമാർ മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.